നമസ്കാരം. മലയാള ജാലകത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലയാളത്തിലെ ഏറ്റവും പുതിയ ചില കൃതികളാണ്. അതുകൂടാതെ തന്നെ ആ രചയിതാക്കളുടെ മറ്റ് ചില പ്രശസ്ത രചനകളും പരിചയപ്പെടുത്തുകയാണ്. മലയാളത്തിൻ്റെ അനശ്വരകാലം MDയുടെ ജീവചരിത്രമാണ്. ഡോക്ടർ K ശ്രീകുമാറാണ് രചിച്ചത്. പട്ടുനൂൽ പുഴു S ഹരീഷിൻ്റെ ഏറ്റവും പുതിയ നോവലാണ്. മീശ ഓഗസ്റ്റ് 17 തുടങ്ങിയ നോവലുകളിലൂടെയും ആദം എന്ന കഥാസമാഹാരത്തിലൂടെയും പ്രശസ്തനാണ് ഹരീഷ്. ദേഹം അജയ് P മങ്ങാട്ടിൻ്റെ ഏറ്റവും പുതിയ നോവലാണ്. സൂസന്നയുടെ ഗ്രന്ഥപുര, മൂന്ന് കല്ലുകൾ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ആദ്യകാല നോവലുകളും പ്രസിദ്ധമാണ്. ദേഹത്തിലെ കഥാപാത്രങ്ങളാണ് ജമീല, അരവി, ചാലി. ഇവരെല്ലാം ഇതിലെ കഥാപാത്രങ്ങളാണ്. തപോമയുടെ അച്ഛൻ രചിച്ചത് സന്തോഷ് കുമാറാണ്. അന്ധകാരനഴി, അതുപോലെ തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്ക്, തങ്കച്ചൻ മഞ്ഞക്കാരൻ, ജ്ഞാനഭാരം, കുന്നുകൾ നക്ഷത്രങ്ങൾ, വാക്കുകൾ തുടങ്ങിയ നോവലുകളിലൂടെയും മൂന്ന് വിരലുകൾ, ഗാലപ്പോസ്, ഏഴാമത്തെ പന്ത്, ചാവുകളി, നീചവേദം തുടങ്ങിയ കഥകളിലൂടെയും പ്രശസ്തനാണ് സന്തോഷ് കുമാർ. എല്ലാവിധ പ്രണയവും KR മീരയുടെ പ്രശസ്ത കൃതിയാണിത്. KR മീര ആരാച്ചാർ, ഖബർ തുടങ്ങിയ രചനകളിലൂടെ പ്രശസ്തയാണ്. അമ്പിളിമോൾ തിരോധാനം ഈ കൃതി രചിച്ചിട്ടുള്ളത് ഇന്ദുഗോപനാണ്. GR ഇന്ദുഗോപൻ. മണൽ ജീവികൾ, ആനോ, ഐസ് തുടങ്ങിയ ധാരാളം കൃതികൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുണ്ട്. അതുകൂടാതെ ആനോയുടെ പിറകെ, ഗാമയുടെ പിറകെ GR ഇന്ദുഗോപനും ബെന്യാമിനും ചേർന്ന് രചിച്ച ഒരു രചനയാണത്. പിന്നെ വരുന്നത് ദേശീയ മൃഗം എന്നാൽ സന്തോഷ് എച്ചിക്കാനത്തിൻ്റെയാണ്. കൊമാല, ബിരിയാണി തുടങ്ങിയ കൃതികളുടെ പ്രശസ്തനാണ്. പിന്നെ വരുന്നത് പുറം മറുപുറം NS മാധവൻ്റെയാണ്. ഹിഗിറ്റ, ലണ്ടൻ ബത്തേരിലുത്തിനികൾ പോലുള്ള കൃതികൾ പ്രശസ്തമാണ്. മുഴക്കം PF മാത്യൂസിൻ്റെയാണ്. അടിയാളപ്രേതം, ചാവുനില എന്നിവ അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. അന്തകവള്ളികൾ അത് സേതുവിൻ്റെയാണ്. പാണ്ഡവപുരം എന്ന നോവൽ, അതുപോലെ തന്നെ ദൂത്, നൂലേണി തുടങ്ങിയ കൃതികൾ, മറുപിറവി എന്ന നോവൽ ഇവയെല്ലാം. പിന്നെ വരുന്നതാണ് കുർബാൻ, ഹരിത സാവിത്രി, സിൻ എന്നൊരു നോവൽ നേരത്തെ ഹരിത സാവിത്രി ഇറങ്ങിയിട്ടുണ്ട്. കരുവന്നൂർ T പത്മനാഭൻ്റെ കഥാസമാഹാരമാണ്. അവസാനത്തത് എത്ര ചെറിയതീ ഭൂമി, സച്ചിദാനന്ദൻ്റെ യാത്രാ കവിതകളുടെ ഒരു സമാഹാരമാണ്. അപ്പോൾ ഇതെല്ലാമാണ് മലയാളത്തിലെ പുതിയ ചില നോവലുകളും പുതിയ ചില കൃതികളും ഇവരുടെ എല്ലാം ആദ്യ കാലത്തുണ്ടായ പ്രശസ്ത കൃതികളും. മലയാള ജാലകത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ക്ലാസ് പ്രയോജനപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.